തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രം നമ്മുടെയൊക്കെ അഭിമാനമായൊരു ക്ഷേത്രമാണ്. നമ്മൾ ആ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ആ ക്ഷേത്രത്തിന് ചില പ്രത്യേകത ഉണ്ട്. വിഷുവിൻ്റെ അന്ന് രാവിലെ ആ ക്ഷേത്രത്തിന്റെ മേൽക്കൂരയിൽ നിന്ന് ഒരു പ്രകാശരശ്മി നേരെ വന്ന് പത്മനാഭസ്വാമിയുടെ വലത്തെ കാലിന് വലത്തെ തള്ളവിരൽ മുട്ടി നിൽക്കും. സൂര്യഭഗവാൻ പത്മനാഭസ്വാമിയെ വണങ്ങുന്നു എന്ന് ശാസ്ത്രം. പകൽ നമ്മൾ നോക്കിയാൽ ദ്വാരം കാണുമോ? ഇല്ല. മഴ പെയ്താൽ ദ്വാരത്തിൽ കൂടെ വെള്ളം വരുമോ? ഇല്ല. പക്ഷേ 1000 കൊല്ലത്തിന് മുമ്പ് പണിയിച്ച രാജാവിനും ശില്പിക്കും ആ പൂജാരിക്ക് അറിയാമായിരുന്നു വിഷുവിൻ്റെ അന്ന് രാവിലെ സൂര്യഭഗവാൻ ഏത് ദിശയിൽ നിൽക്കും, എവിടെ ദ്വാരം ഉണ്ടാക്കിയാൽ ആ സൂര്യരശ്മി നേരെ വന്ന് പത്മനാഭസ്വാമിയുടെ വലത്തെ കാലിന് വലത്തെ തള്ളവിരൽ മുട്ടി നിൽക്കും. അത്ര ഭയങ്കരമാണ്. ടെലസ്കോപ്പ് ഒന്നുമില്ല, വളരെ ദൃഷ്ടിയിലൂടെയാണ് അവർ കണ്ടെത്തി അത് പ്രദർശിച്ചിരിക്കുന്നത്. സമ്മർ സോൾസ്റ്റീസിലും വിന്റർ സോൾസ്റ്റീസിലും ജൂൺ 21-നും ഡിസംബർ 22-നും ഉത്തരായന കാലത്തിന്റെയും ദക്ഷിണായന കാലത്തിന്റെയും ചക്രം വരുന്ന കാലഘട്ടം. ആ കാലഘട്ടം വരുമ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഗോപുരമുണ്ട്. ഗോപുരത്തിന്റെ 7 നിലയാണ്. ഓരോ നിലയിലും നടുഭാഗം ഒരു ചതുര ദ്വാരമാണ്. രാവിലെ 7:30 മണിയാവുമ്പോൾ ഒന്നാമത്തെ ചതുരം സൂര്യഭഗവാൻ നിറയും. 9 മണിയാകുമ്പോൾ രണ്ടാമത്തെ ചതുരം നിറയും. അങ്ങനെ സൂര്യഭഗവാൻ എല്ലാ ചതുരവും കയറി നിറഞ്ഞിട്ട് സൂര്യഭഗവാൻ അങ്ങ് പോകും. അപ്പൊ ജൂൺ 21-നും ഡിസംബർ 22-നും സൂര്യരശ്മികൾ ഏത് ആംഗിളിൽ എങ്ങോട്ട് വരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ ഗോപുരം പണിഞ്ഞിരിക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭാരം, മേൽക്കൂരയുടെ ഭാരം 365 കാൽ തൂണിലാണ്. ഒരു സൗരവർഷം 365 കാൽ ദിവസമാണെന്ന് AD 1584 ഗ്രിഗോറിയൻ കലണ്ടർ സെറ്റ് ചെയ്തപ്പോഴാണ് സായിപ്പിന് മനസ്സിലായത്. പക്ഷെ 1000 കൊല്ലത്തിന് മുമ്പ് പത്മനാഭസ്വാമി ക്ഷേത്രം പണിഞ്ഞപ്പോ അതിന്റെ മേൽക്കൂരയുടെ ഭാരം ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ജനുവരി 1-ന് സൂര്യഭഗവാൻ നിൽക്കുന്നത് ആദ്യത്തെ തൂൺ, ജനുവരി 2-ന് സൂര്യൻ നിൽക്കുന്നത് രണ്ടാമത്തെ തൂൺ, ജനുവരി 3 നിൽക്കുന്നത് മൂന്നാമത്തെ തൂൺ. അങ്ങനെ 360 ദിവസം കൊണ്ട് സൂര്യഭഗവാനെ ഭൂമി ഇങ്ങനെ ചുറ്റുന്ന ഓരോ ദിവസവും അതാത് സ്ഥലത്ത് ഓരോ തൂണുണ്ട്. 360 തൂണ് കഴിഞ്ഞാൽ അടുത്ത തൂൺ 4-1 ഹൈറ്റേ ഉള്ളൂ. 365 കാൽ. ഈ കാൽ തൂൺ ഉപയോഗിച്ചിട്ടാണ് ലീപ്പ് ഇയർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. അപ്പൊ 1000 കൊല്ലത്തിന് മുമ്പ് ക്ഷേത്രം പണിയിച്ച രാജാവിനും പൂജാരിക്കും ശില്പിക്കും അറിയാമായിരുന്നു ഒരു സൗരവർഷം 365 കാൽ ദിവസം ആണ്.